ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ കണക്ക് പറയുന്നത് 625 ഘാതം 0.09 ഗുണിക്കണം 625 ഘാതം 0.16 അല്ലേ. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ബേസ് സെയിം ആണല്ലോ, നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ അല്ലേ. 625 ഘാതം ബേസ് സെയിം ആയതുകൊണ്ട് പവർ തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി അല്ലേ, ആഡ് ചെയ്യാൽ മതി അല്ലേ. അതിനടുത്ത് എന്ത് ചെയ്യും, 625 ഘാതം 0.09 കൂട്ടണം 0.16 എത്രയായിരിക്കും, 0.25. ഓക്കെ, ഇനി ഈ 0.25 നമ്മൾ മാറ്റിയിരുന്നു. 0.25 സമം എത്ര എന്ന് പറയാം നമുക്ക്, 0.25 സമം 1/4 എന്ന് പറയാം. ഓക്കെ, അടുത്തത് അപ്പോൾ ഈ 625 ഘാതം 0.25 നമ്മൾ എന്ത് ചെയ്തി, 1/4 എഴുതി അല്ലേ. 0.25 സമം 1/4 കാലാണ്. ഓക്കെ, അടുത്ത് പറയുന്നത് ഈ 625 ഞാൻ മാറ്റി എഴുതാണ്. 625 രണ്ട് രീതിയിൽ മാറ്റി എഴുതാം. ആദ്യം ഞാൻ 25 സ്ക്വയറാണ് 625 എഴുതുന്നു. 1/4 നമുക്കറിയാം, പവർ 2 പവറായിട്ട് വന്നാൽ അത് ഗുണിച്ചാൽ മതിയല്ലോ. അപ്പോൾ 25 ഘാതം 2 ഗുണിക്കണം 1/4, ഇതെത്ര കിട്ടും, 2 4 കട്ടാക്കിയാൽ 25 ഘാതം 1/2 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ 25 എന്ത് ചെയ്തു, മാറ്റി എഴുതുന്നു. 25 എങ്ങനെ എഴുതും, 25 സമം 5 സ്ക്വയർ അല്ലേ, 5 സ്ക്വയർ റേസ് 1/2 എന്ന് എഴുതി. ഇതിനടുത്ത് നോക്ക്, ഇതും അതെ, പവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. പവറിൻ്റെ പവർ വരുമ്പോൾ അപ്പോൾ 5 ഘാതം 2 ഗുണിക്കണം 1/2 ഗുണിക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 5 ഘാതം 1. 5 ഘാതം 1 പറഞ്ഞാൽ അത്ര 5, ഇതിൻ്റെ ഉത്തരം അത്ര വരും, അപ്പോൾ 5 വരും.